കാവ്യഭക്തനായിട്ടുള്ള രാഹുൽ ഈശ്വറിന് വരെ പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിലെ താടിയും മുടിയും വളർത്തിയ സന്തോഷിനെ തള്ളിപ്പറയേണ്ടി വന്നു. ചിലർ മഹർഷി എന്നോ സന്യാസി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ നാട്ടിൽ സ്ത്രീകളെ പീഡിപ്പിച്ച മാങ്ങാണ്ടിക്ക് വരെ ഫാൻസ് ഉണ്ടാകാമെങ്കിൽ ചില സന്തോഷന്മാർക്ക് ഫാൻസ് ഉണ്ടായതിൽ യാതൊരു അർത്ഥവുമില്ല. ഏത് പീഡകവീരനും ഈ നാട്ടിൽ ഫാൻസുകാർ കിട്ടുന്നത് കൊണ്ട് തന്നെ മഹർഷി എന്ന ഫാൻസി ഡ്രസ്സിൽ നടക്കുന്ന ആ കപടൻ സന്തോഷിനെ രാഹുൽ ഈശ്വർ അങ്ങ് തുറന്നെതിർത്തിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനോടുള്ള ബഹുമാനോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല അത് കേൾപ്പിക്കുന്നത്. രാഹുൽ ഈശ്വർ എന്ന ഹിന്ദുത്വവാദി തന്നെ ആ കാവിയിട്ട കപടനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹം കേൾക്കേണ്ടതുണ്ട്. ഈ ഹിന്ദുത്വ തീവ്രവാദിക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് കേസെടുക്കണം, ആക്ഷൻ എടുക്കണം, ജയിലിലേക്ക് അടയ്ക്കണം. ഇതുപോലത്തുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ നമുക്ക് വേണ്ട, നമുക്ക് അപകടമാണ്. ഇദ്ദേഹത്തെ ചില ആൾക്കാർ മഹർഷി എന്നൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. എവിടത്തെ മഹർഷി? ഈ നാട്ടിൽ ഇത്രയും ശാന്താനന്ദ എന്നാണ് പേര്, ജോലി കലാപം ഉണ്ടാക്കല. ഈ നാട്ടിൽ അയ്യപ്പനെയും ബാവരെയും അധിക്ഷേപിക്കുകയും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത് കാവി എടുത്താൽ മാത്രം അതിൽ നിന്ന് രക്ഷയൊന്നും കിട്ടാൻ പോണില്ല. ഇതുപോലത്തുള്ള തീവ്ര ഗോഡ്സേവാദികൾ ഈ നാടിന്റെ ശാപമാണ്, അപമാനമാണ്.